യെസ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ഓർഡിനറി സർവൈവൽ സ്റ്റോറിയാണ്. സിനിമയുടെ പേരാണ് അല്ല, കുറച്ച് ഓർഡിനറി ആക്കണ്ട, കുറച്ച് ഭീകരതയാക്കിയിട്ട് അതാണ് കാണാനൊരു സുഖം. കാരണം ഒരു സർവൈവൽ സ്റ്റോറി ആയതുകൊണ്ട് കുറച്ച് ഭീകരത ഇരിക്കണം, നല്ലതാണ്. സോ സിനിമയുടെ തുടക്കം, നിങ്ങളൊരു പ്ലെയിനിൽ യാത്ര ചെയ്യുകയാണ്. ഒരു പ്ലെയിനിൽ യാത്ര ചെയ്യുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? നോബഡി കെയർസ്. എന്തിനാണ് പോകുന്നത്? അഗെയിൻ നോബഡി കെയർസ്. അതിന് കഥയിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ പ്രസക്തിയുള്ള ഒരു കാര്യമുണ്ട്, പ്ലെയിനിൽ അധികം യാത്രക്കാരൊന്നുമില്ല. നിങ്ങളുടെ ഉറ്റ ചങ്ങാതി ഒരുത്തൻ കൂടെ ഉണ്ട്. സ്ഥിരം എന്താ പറയുക, ഒരു വള്ളിപ്പെട്ടിയ കോമഡിയൊക്കെ അടിച്ചിരിക്കുന്നത് സ്ഥിരം ചങ്ങാതി ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. ആ കക്ഷിയും കൂടെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് കൂടെ ഉണ്ട്. അതെ, കഥയിൽ നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ടൊക്കെ ആവാം, ജീവിതത്തിലൊന്നുമില്ലയെന്ന് അറിയാം. എന്നിരുന്നാലും കഥയിൽ നിങ്ങൾക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അങ്ങനെ നിങ്ങൾ ആ പ്ലെയിനിൽ യാത്ര ചെയ്യുന്നിരിക്കെ, പ്ലെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഭയങ്കര ടർബുലൻസ്, ഭയങ്കര കുലുക്കം. അതുകൊണ്ട് പൈലറ്റ് അതിൻ്റെ മൈക്ക് കൂടി വിളിച്ച് പറയുന്നുണ്ട്, പേടിക്കേണ്ട ഗൈസ്, കുറച്ച് പക്ഷികൾ വന്ന് നമ്മുടെ എൻജിൻ മിടിച്ചതാണ്. സോ എവറിത്തിങ് ഇസ് ഫൈൻ. പ്ലെയിൻ ഇപ്പോഴും പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വിൻഡോ കൂടെ നോക്കുമ്പോൾ എൻജിൻ അങ്ങോട്ട് കത്തിപ്പടർന്നു, എൻജിൻ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് ഫിനിഷ്. പ്ലെയിൻ എങ്ങോട്ടും ഇല്ലാണ്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൊട്ടിത്തെറിയുടെ അഗാധത്തിൽ പ്ലെയിനിൻ്റെ ഒരു ഭാഗം, അതായത് ആ ഒരു ചട്ട ഉണ്ടല്ലോ, ചട്ടയുടെ ഒരു ഭാഗം ഇങ്ങനെ പൊട്ടിപ്പോയി. സോ ആ പൊട്ടിപ്പോണതിൻ്റെ ആ എക്സ്പ്ലോഷനിൽ കാണാൻ കൊള്ളാവുന്ന കുറച്ച് ക്യാബിൻ ക്രൂവും പിന്നെ കാണാൻ കൊള്ളാത്ത കുറച്ച് പാസഞ്ചേഴ്സും സക്ക് ഓഫ് ആവുന്നുണ്ട്. അവർ അങ്ങനെ എന്താ പറയുക, ആകാശത്ത് നിന്ന് താഴ്ത്തി വീണ് എന്താ സംഭവിച്ചെന്നുള്ളത് കാണിക്കുന്നില്ല. ബട്ട് അവർ കടലിലേക്ക് വീണു, അത് തന്നെയാണ് കാര്യം. ബട്ട് അത് നല്ല കഥ, അവരുടെ ജീവിതത്തിന് യാതൊരു വിലയൊന്നുമില്ല. നമ്മുടെ എന്താ പറയുക, പോയിൻ്റ് ഓഫ് ഫോക്കസ് ഈ 3 പേരുമാണ്. നായകൻ്റെ ചങ്ങാതി, പിന്നെ നായകൻ്റെ ഗേൾ ഫ്രണ്ട്, യെസ്, ആ ഒരു കറമ്പത്തി, യെസ്. ഈ 3 പേരും അവിടെ കേട്ടോ, അവരിങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട്. ഈ പ്ലെയിൻ നേരെ വന്ന് കടലിലേക്ക് ഇടിച്ചിറങ്ങുകയാണ്. കുഴപ്പമില്ല, പ്ലെയിൻ ചിലപ്പോൾ ഉപരിതലത്തിൽ നിന്നുമായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ ആ ഒരു ഭാഗം അടർന്നു പോയതുകൊണ്ട് വെള്ളം ഉള്ളിലേക്ക് കയറുന്നു, പ്ലെയിൻ വെള്ളത്തിനടിയിലേക്ക് ഇങ്ങനെ പോകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? പ്ലെയിൻ ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ താഴ്ന്ന് പോയിട്ട് ഒരു കടലടിയിൽ ഒരു ഹിൽ ടോപ്പ് പോലെ കുറച്ച് റോക്സിൻ്റെ അടിയിൽ ഇങ്ങനെ ടിൽറ്റ് പൊസിഷനിൽ നിൽക്കുകയാണ്. ഈ നമ്മുടെ നായകനും ഗേൾ ഫ്രണ്ടും പിന്നെ യെസ് ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടും ഏറ്റവും ബാക്ക് സീറ്റിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ക്യാബിൻ ക്രൂവിൻ്റെ ഒരു വട്ടോളിങ്ങിൻ്റെ അവനും കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ എയർ അവിടെ ട്രാപ്പായി നിൽക്കുകയാണ്. കാരണം ടെയിൽ ഭാഗം മേപ്പോട്ടേക്കും, ബാക്കിയുള്ള ഭാഗം വെള്ളത്തിനടിയിലായി. പ്ലെയിൻ ഓൾറെഡി സബ്മേഴ്സ്ഡായി, പക്ഷേ കുറച്ച് എയർ ട്രാപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ ടെയിൽ ഭാഗത്ത് കുറച്ച് കാറ്റ്, ശ്വസിക്കാനുള്ള കാറ്റ് ഇരിക്കുന്നുണ്ട്. ഇനി അവരെന്ത് ചെയ്യും? സംഭവം അത്ര വലിയൊന്നുമില്ല, കുറച്ച് ധൈര്യം ഉള്ളിൽ ഒതുക്കുക, ധൈര്യം കണ്ടുപിടിക്കുക, സമാഹരിക്കുക. എന്നിട്ട് ആ ഒരു മഞ്ഞ ജാക്കറ്റ് ഉണ്ടല്ലോ, നമ്മുടെ പ്ലെയിനിൽ പോയി യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ ഇങ്ങനെ ഒരു വാണിംഗ് അല്ലെങ്കിൽ പ്രൊസീജിയർ പറയുന്നുണ്ടല്ലോ, പ്ലെയിൻ എങ്ങാനും ക്രാഷ് ആവുകയാണെങ്കിൽ എന്താ ചെയ്യണമെന്നുള്ള ഒരു മഞ്ഞ ജാക്കറ്റ് നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഊതണ ഒരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവം പിടിച്ചിട്ട് ഇവരങ്ങനെ നീന്തി മേപ്പോട്ട് പോയാൽ മതി. പക്ഷേ ഇവർ ആ വിൻഡോ കൂടെ നോക്കുമ്പോൾ വെള്ളത്തിൽ ഫുൾ ഷാർക്സാണ്. യെസ്, വമ്പൻ സ്രാവുകൾ. അപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ പറ? ടോട്ടലി പെട്ടിരിക്കുകയാണ്. പിന്നീട് എന്താ സംഭവിക്കുക എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ സിനിമ കാണാം. സിനിമയുടെ പേരാണ് നോ വേ അപ്പ്. നോ ഷാർക്ക് 1, 2, 3, 4 പിന്നെ 5, 6 ഇറങ്ങിയിട്ടുണ്ടോ എന്ത് ഒരു ഇട്രേഷൻ തന്നെ ഇറക്കിയിട്ടുണ്ട്. ആ സിനിമ കണ്ട് വെറുപ്പിച്ചിട്ട്. പിന്നെ ജേസൺ സ്റ്റാത്തം അഭിനയിച്ച മെഗ് 1 പിന്നെ മെഗ് 2 ദ മെഗാലിത്തിൻ പറഞ്ഞ ആ സിനിമയുണ്ടല്ലോ, അതും ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇതൊരു ഷാർക്കിൻ്റെ സിനിമയൊന്നുമല്ല, എന്തോ ഒരു മിക്സ് വന്നിട്ടുണ്ട്, സർവൈവൽ പ്ലസ് ഒരു ഷാർക്കും കൂടി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് സ്ഥിരം ഈ സിനിമ ഇങ്ങനത്തെ കാറ്റഗറിയിലുള്ള സിനിമകൾ കണ്ടുവരുന്ന സ്ഥിരമുള്ള കോമഡികൾ ഈ ബെസ്റ്റ് ഫ്രണ്ടും നമ്മുടെ നായകനും തമ്മിലുണ്ട്. പിന്നെ അത് മാത്രമേ ഉള്ളൂ ഒരു നെഗറ്റീവായിട്ട് പറയാനായിട്ട്. ബട്ട് അതില്ലാതെ ഈ കഥ മുന്നോട്ട് പോകത്തില്ല. സോ ഹോളിവുഡ് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. സോ ആ ഒരു കോമഡി ഒഴിച്ച് ബാക്കിയൊന്നും പ്രത്യേകിച്ചൊന്നും
കുഴപ്പമില്ല. ക്ലൈമാക്സ് വാസ് ഓൾസോ ഫൈൻ, ലൈക്ക് ഒരു ഹാപ്പി എൻഡിങ്ങിലോട്ട് തന്നെ നിർത്തി. ആൻഡ് ഷാർക്കിൻ്റെ രൂപം അങ്ങനെ ഭീതിപ്പെടുത്തുന്നൊന്നുമല്ല, പക്ഷേ ഒരു നെഞ്ചിരിപ്പോട് കൂടിയിട്ടാണ് ക്ലൈമാക്സിൽ എത്തുന്നത്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു, ഹൗ ആർ ദേ ഗോണ സർവൈവ്, എങ്ങനെ പുറത്തേക്ക് കിടക്കുന്നു എന്നുള്ളത് ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ. ആൻഡ് ദാറ്റ് വാസ് വാട്ട് മെയ്ഡ് മീ സിറ്റ് ആൻഡ് വാച്ച് ദിസ് ഫിലിം നോ വേ അപ്പ്. കഴിഞ്ഞ വർഷം എന്തോ ആയിരുന്നു റിലീസ്, ഐ തിങ്ക് അതും ഡിസംബറോ നവംബർ സംതിങ് എന്തോ ആയിരുന്നു തോന്നുന്നു. എനിവേ ഇപ്പോഴാണ് കൈ കെട്ടിയത്, ഇപ്പോഴാണ് കാണാൻ കെട്ടിയത്, അതുകൊണ്ടാണ് റിവ്യൂ ഇപ്പോൾ എഴുതുന്നത്. ഗൈസ്, ഇഫ് യു ഹാവൻ വാച്ച്ഡ് ഇറ്റ്, ഐ റെക്കമെൻഡ് യു വാച്ചിങ് ഇറ്റ്. അത്ര ബോറൊന്നുമല്ല. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സിനിമകൾ സ്ഥിരം കാണുന്ന ആ ഒരു വെറുപ്പിൽ ഈ സിനിമയിലും ഉണ്ട്, ബട്ട് കുറച്ചും കൂടി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഷാർക്ക് 1, 2, 3, 4, 5 ആൾക്കാരെ കാണിക്കുന്ന മണ്ടത്തരങ്ങളുണ്ടല്ലോ, അത് അത്രയ്ക്ക് അങ്ങോട്ട് പോർട്രേ ചെയ്തിട്ടുള്ള ഒരു സിനിമ. കുറച്ചും കൂടി ബോധപൂർവ്വം, കുറച്ചും കൂടി ബ്രേവായിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് സിനിമയുടെ തുടക്കത്തിൽ ഒരു പ്ലെയിനിൽ കയറുന്ന സീൻ, എയർപോർട്ടിൽ കുറച്ച് ഒരു ചെറിയ കോമഡി, പിന്നെ ആ ഒരു ബോഡി ഗാർഡിൻ്റെ മികവ്, ആളുടെ തീക്ഷ്ണത ഒക്കെ നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏറെക്കുറെ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. 1.5 മണിക്കൂർ കഷ്ടിച്ചെന്തുകൊണ്ട്, യെസ്, ഐ തിങ്ക് 1.5 hours ഉള്ളൂ. സോ അധികം അങ്ങോട്ട് നീട്ടി വലിപ്പിച്ചിട്ട് നമ്മൾ വെറുപ്പിച്ചിട്ടൊന്നുമില്ല. സോ ഗൈസ്, വലിയ സൂപ്പർ സ്റ്റാർസ് ഒന്നുമില്ല ഈ പടത്തിന്, പക്ഷേ ഇഷ്ടപ്പെട്ടു. അങ്ങനെ വലിയ കാസ്റ്റിംഗ് നേരെയും ഇല്ല. ഏറെക്കുറെ സീൻസ് എല്ലാം ഈ പ്ലെയിൻ അണ്ടർഗ്രൗണ്ടിൽ പോയി, അണ്ടർ വാട്ടറിൽ പോയി അവിടെ നടക്കുന്ന ആ ഒരു നെഞ്ചിൽ പൊടി കൊണ്ട സീൻസും കണ്ടു, അതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്. കൊള്ളാം. എഫക്ട്സും വളരെ മോശമൊന്നുമല്ല, ഒരു നല്ല രീതിയിൽ എടുത്തിരിക്കുന്നുണ്ട്. എനിവേ, ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കില്ല. ദിസ് ഫിലിം ഈസ് കൈൻഡ് ഓഫ് എ മസ്റ്റ് വാച്ച് ഫ്രം മൈ എൻഡ്. സോ ഗൈസ്, catch you guys in next movie review, and as usual, subscribe and stay tuned. അതൊക്കെ തന്നെ. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യുന്നെങ്കിൽ താഴത്തെ കമൻറ്റ് സെക്ഷനിൽ ഇത് ടൈപ്പ് ചെയ്ത് പറഞ്ഞാലൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗിയർ വല്ല അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കാശ് അയച്ചിട്ട് വരും, വല്ല വേറെ എൻ്റെ ഇരുന്നില്ല. catch you guys next movie. Stay tuned. നേരം വെളുത്തു.